ജിൻഡോ, ഒരു വശത്ത് ബി ജെ പിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു 2019 പോലെ ഒരു പുൽവാമയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാവട്ടെ ഡിസംബർ മാസത്തിൽ തന്നെ പുൽവാമ ഉണ്ടായിക്കഴിഞ്ഞു, സർജിക്കൽ സ്ട്രൈക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞു, ബാലാക്കോട്ട് ആക്രമണം നടന്നിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ അജണ്ട അവർക്ക് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇക്കുറി അങ്ങനെ ഒരു അജണ്ട എന്ന് പറയുന്നത് രാമക്ഷേത്രമാണ്. അത് ജനുവരിയിൽ നടന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം വോട്ട് ബാങ്കിൽ ഉണ്ടാവുന്നില്ല എന്ന തിരിച്ചറിവിൽ ഇതിങ്ങനെ കൊണ്ടുവന്ന് ഒരു വിഭജനമുണ്ടാക്കി അതിൽ തെരഞ്ഞെടുപ്പ് നേട്ടം കൊയ്യാം എന്നത് മാത്രമാണോ ബി ജെ പിയുടെ ലക്ഷ്യം? അല്ല ജിംസൈ, അത് മാത്രമല്ല, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷെ അത് മാത്രമല്ല, ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിക്കണമെന്നുള്ള RSSന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി കൂടി അവർ ശ്രമിക്കുന്നതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ തലേന്ന് ഇത് ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് കൂടി ഇവിടെ ഭിന്നിപ്പുണ്ടാകും. സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, ആശങ്കയിൽ ഉള്ള ആളുകൾ സമരം ചെയ്യും. ആ സമരത്തിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിലെവിടെയെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചാൽ അതിലൊക്കെ തൂങ്ങി പിടിച്ചു കയറി RSS ഏറ്റവും അസാധാരണപരമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അത്യാപൽക്കരമായിട്ടുള്ള രീതിയിൽ ഇതിനെയൊക്കെ അവരുടെ നുണ ഫാക്ടറിയിലൊക്കെ പ്രൊഡക്റ്റ് ചെയ്ത് അവർ വിപണനം ചെയ്യാൻ അവർക്ക് നല്ല കഴിവുള്ള ആളുകളാണ് സംഘപരിവാർ സംഘടനകൾ. അതുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷൻ്റെ പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് മുമ്പ് ഇതൊക്കെ എടുത്ത് പ്രയോഗിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഈ പൗരത്വ നിയമം, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ കൺസെപ്റ്റ്, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടനയോട് ആ കൺസെപ്റ്റിനോട് തന്നെ 100% എതിർക്കുന്നല്ലേ. നമ്മളൊരു മതേതര രാജ്യമെന്ന് അവകാശപ്പെടുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിലെ പൗരന്മാർ പൗരത്വ നിയമത്തിന് അറിഞ്ഞോ അറിയാതെയോ പിന്തുണ കൊടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് നമ്മുടെ ഭരണഘടനയോട്, നമ്മുടെ രാജ്യത്തിൻ്റെ കൺസെപ്റ്റിനോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്. എങ്ങനെയാണ് മതേതര രാജ്യമായിട്ടുള്ള ഈ ഇന്ത്യയിൽ പുറത്തുനിന്ന് വരുന്ന ഇമിഗ്രൻസിന് മതത്തിൻ്റെ പേരിൽ പൗരത്വം കൊടുക്കുകയും ഏതെങ്കിലും മതത്തിൻ്റെ പേരിൽ ഒരു പ്രത്യേക വിഭാഗത്തെ, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തെ മതത്തിൻ്റെ പേരിൽ പൗരത്വം കൊടുക്കാതെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മതേതര കൺസെപ്റ്റിന് തന്നെ 100% എതിരാണ്. ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 21, 25 അനുസരിച്ചൊക്കെ ആണെങ്കിൽ ഭരണഘടനാ വിരുദ്ധം എന്ന് തന്നെ ഭരണഘടനാ വിദഗ്ധന്മാർ ഒക്കെ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സുപ്രീം കോടതി എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് സ്റ്റേ കൊടുക്കാതിരുന്നതെന്ന് അന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചട്ടങ്ങളൊന്നും രൂപവൽക്കരിച്ചിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വേണ്ടത്ര കൂടിയാലോചനയ്ക്ക് ശേഷം ഒക്കെയാണ് നടപ്പാക്കുന്നത്, അതുകൊണ്ട് ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള സമയമെടുക്കുക, അതുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കോടതി ഇടപെടാതിരുന്നത്. ഏകദേശം 250-ലധികം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തെ, സുപ്രീം കോടതിയെ പോലും വഞ്ചിക്കുന്ന രീതിയിലാണ് തിടുക്കപ്പെട്ട് പൗരത്വ നിയമത്തിന്റെ പ്രഖ്യാപനം വരുന്നത്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അല്പം മുമ്പ് LDFന്റെ പ്രതിനിധി പറഞ്ഞ പോലെ ഈ വിശ്വഗുരു ചമഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ ഇത്തരം ഫാഷൻ ഷോ നടത്തിയത് കൊണ്ട് മാത്രം വിശ്വഗുരുവിന്റെ പാർട്ടി, നരേന്ദ്രമോദിയുടെ പാർട്ടി ഇന്ത്യയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നില്ല. അവർ ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് ആ 370 എന്ന് പറഞ്ഞ സംഖ്യയിൽ BJPയുടെ സംഖ്യ എത്തും, പാർലമെന്റിൽ എത്തും എന്നൊക്കെ അവർ ഭാവനാത്മകമായിട്ടുള്ള പ്രവചനം നടത്തുമ്പോൾ അതിലേക്ക് എത്താനായിട്ടുള്ള സാഹചര്യം ഗ്രൗണ്ട് ലെവലിൽ ഇല്ല എന്ന് അവർ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും ക്ഷേത്രം പണിതിട്ട് ക്ഷേത്രത്തിന്റെ ആരതി ദൂരദർശനിലൂടെ കാണിക്കുമ്പോൾ ഇത് കാണുന്ന ഭക്തർക്ക് അല്പസമയത്തേക്ക് ഒരു ആശ്വാസം കിട്ടുമെങ്കിലും അത് കഴിഞ്ഞ് ഈ ഭക്തന്മാർക്ക് വിശക്കുമ്പോൾ കഴിക്കാൻ അന്നമുണ്ടോ? ഈ ഭക്തന്മാർക്ക് തൊഴിലുണ്ടോ? ഈ ഭക്തന്മാർ തൊഴിലില്ലായ്മയിൽ നിന്നുള്ള കെടുതികൾ അനുഭവിക്കുമ്പോൾ, വിലക്കയറ്റം പോലുള്ള രൂക്ഷമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ആരതി ഒഴിയുന്നതിന്റെ ദൃശ്യങ്ങൾ മാത്രം കാണിച്ചത് കൊണ്ട് ഈ വിശ്വഗുരുവിന്റെ പാർട്ടി ജയിക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ, ആ തിരിച്ചറിവിലാണ് ഇവർ കൊണ്ടുവന്ന ഓരോ കാര്യങ്ങളും നോക്കി ഇവരോട് തന്നെ നയവഞ്ചന രീതിയിൽ ചെയ്യുന്ന രീതിയിലാണ് മുത്തലാഖ് നിയമം നടപ്പാക്കി. ഇവർ പറഞ്ഞത് മുസ്ലിം വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് നീതി കൊടുക്കാനെന്താ. സ്വന്തം ഭാര്യയോട് നീതി കൊടുക്കാതെ, ഒരു അറിയിപ്പ് കൊടുക്കാതെ ഒഴിവാക്കിയ പ്രധാനമന്ത്രിയാണ് മുത്തലാഖ് കൊണ്ടുവന്നതിനെ കുറിച്ചിട്ട് വലിയ രീതിയിൽ അഭിമാന പുരസ്സരം സംസാരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ സംസാരിച്ചില്ലേ, ഇലക്ട്രൽ ബോണ്ട്, PM കെയർ ഫണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നോട്ട് നിരോധനം, ഇതുപോലെയുള്ള പണ്ടൊക്കെ ഏതെങ്കിലും വ്യക്തികൾ അഴിമതി നടത്തുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വലിയ രീതിയിൽ വാചാലരാകുന്ന ആളുകൾ ഇന്ന് ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാണ്. കറപ്ഷൻ BJPയുടെ നേതൃത്വത്തിൽ, കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട കറപ്ഷൻ നടത്തുമ്പോൾ CAG റിപ്പോർട്ടുകൾ പോലും പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിന് നേരെ തിരിയുന്ന പൊതുജനങ്ങൾ, അവരുടെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം, വർഗീയ കലാപങ്ങൾ, സ്ത്രീകളും കുട്ടികളും ആദിവാസി വിഭാഗങ്ങളും മതന്യൂനപക്ഷങ്ങളും നേരിടുന്ന അക്രമങ്ങൾ, അതിക്രമങ്ങൾ, ഇതൊക്കെ ഇതിനൊന്നും മറുപടി കൊടുക്കാൻ ഒരു BJP സ്ഥാനാർത്ഥിക്ക് പോലും, NDA സ്ഥാനാർത്ഥികൾ പോലും ഇന്ത്യയിൽ സാധിക്കില്ല. അപ്പോഴാണ് ഇവർ മതത്തിന്റെ പേരിൽ ഒരു ധ്രുവീകരണം നടത്തിയാൽ ഇതിൽ ആശങ്കാകുലരായിട്ടുള്ള മതന്യൂനപക്ഷങ്ങൾ തെരുവിലിറങ്ങി പോരാടുമ്പോൾ അതിന്റെ പേരിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് കടക്കാം, അധികാരത്തിലേക്ക് വരാം എന്ന് വ്യാമോഹിക്കുന്നു.
ഞാൻ മനസ്സിലാക്കുന്നത് ഇത് BJP-ക്കാർ പറയുന്നത് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല, നിലവിലെ പൗരന്മാർക്ക് ഒന്നും സംഭവിക്കില്ലെന്നാണ്. എൻ്റെ ഒരു നിരീക്ഷണം എന്താണെന്ന് അറിയോ? മതത്തിന്റെ പേരിൽ ഇവിടുത്തെ പൗരത്വം കൊടുക്കുന്ന കാര്യത്തിൽ മതത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുമ്പോൾ നിലവിൽ അതേ മതത്തിൽ തന്നെയുള്ള നിലവിലെ ഇന്ത്യൻ പൗരന്മാരുടെ ഇടയ്ക്ക് പോലും ഒരു അന്യവൽക്കരണ ബോധം ഉണ്ടാകില്ലേ? അവരെന്തോ ഒരു സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺസ് ആണ് എന്നൊരു തോന്നലുണ്ടാകില്ലേ? ആ തോന്നലിന്റെ ഉത്തരവാദി ആരാ? ഈ സർക്കാരാണ്. ഇവിടെ ഇവർ പറയുന്നത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥികളിൽ 6 വിഭാഗങ്ങളിൽപ്പെട്ട മുസ്ലിം ഒഴിച്ചുള്ള 6 വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് മതപീഡനത്തിന്റെ പേരിൽ ഇന്ത്യയിലേക്ക് വന്നതുകൊണ്ട് അവർക്ക് പൗരത്വം കൊടുക്കുമെന്ന്. നല്ലത് തന്നെ. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ എന്തുകൊണ്ട് ഒഴിവാക്കുന്നു? ഉയ്ഗർ മുസ്ലിംകൾ, ചൈന നമ്മുടെ അയൽ രാജ്യമല്ലേ, അല്ലെങ്കിൽ മ്യാൻമാർ നമ്മുടെ അയൽ രാജ്യമല്ലേ, അവിടുത്തെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ, ഇനി പാകിസ്ഥാനിലെ തന്നെ അഹമ്മദീയ വിഭാഗക്കാർ, അതേപോലെ തന്നെ മറ്റേ അഫ്ഗാനിസ്ഥാനിലുണ്ട്. അതേപോലെ തന്നെ പാകിസ്ഥാനിലെ നിയമം അവരുടെ ഭരണഘടന അനുസരിച്ച് തന്നെ അഹമ്മദീയ വിഭാഗക്കാർ അവിടെ മുസ്ലിമായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഈ രാജ്യത്തെ സംഘപരിവാർ ബോധമുള്ള ആളുകളുടെ ആ വികാരത്തെ കുറെ കൂടി പോഷിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരാനുള്ള ഇവരുടെ ശ്രമമാണ്. രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമ്മൾ ഈ ചർച്ചകൾ പോലും ചെയ്യുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ പാർട്ടി മാറുന്നതോ ഇവർ ഈ പൗരത്വ നിയമത്തിന്റെ പേരിൽ ഈ ഇലക്ഷന്റെ തലേ ദിവസങ്ങളിൽ കൊണ്ടുവന്ന് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് കൊണ്ടുവന്ന് ഇത്ര അജണ്ടകൾ നടപ്പാക്കുന്നു. ഈ അജണ്ടകളുടെയൊക്കെ വാലിന്മേൽ പിടിക്കാൻ നമ്മൾ പോയാൽ ഈ വാലിന്റെ അപ്പുറത്തിരിക്കുന്ന തല കരിമൂർഖന്റെ ആണോ എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരും. ആ വാലിൽ പിടിച്ചു തൂങ്ങാതെ ഈ പ്രതിപക്ഷ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ പുറകെ BJP-യെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഉത്തരവാദിത്തം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക. കാരണം നമ്മൾ ഈ ഇലക്ഷന്റെ സമയത്ത് നമുക്ക് 5 വർഷക്കാലം നമ്മുടെ മാൻഡേറ്റ് കൊടുക്കപ്പെടുന്ന സമയം, ഈ 5 വർഷക്കാലത്തിനുള്ള ഇലക്ഷൻ നടക്കുമ്പോൾ ശ്രദ്ധാപൂർവം ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. BJP അധികാരത്തിലേക്ക് വരാനുള്ള സകല മാർഗങ്ങളും അടച്ചു കെട്ടേണ്ടത് മുഴുവൻ പ്രതിപക്ഷ കക്ഷികളുടെ ഉത്തരവാദിത്തമാണ്, മതന്യൂനപക്ഷങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഈ രാജ്യത്തെ മതേതര വിശ്വാസികളായിട്ടുള്ള ഭൂരിപക്ഷ വിഭാഗത്തിന്റെ കൂടി ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്.